ഇസ്രയേലിനെതിരായ വ്യോമാക്രമണത്തിന് പിന്നാലെ ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തി അമേരിക്കയും ബ്രിട്ടനും. ഇറാൻ്റെ വ്യോമാക്രമണം പ്രതിരോധിച്ചത് അമേരിക്കയും സഖ്യകക്ഷികളും സംയുക്തമായിട്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ആക്രമണത്തിന് പൂർണ്ണ ഉത്തരവാദി ഇറാനാണെന്നും G7 രാജ്യങ്ങൾ സംയുക്തമായി ഇറാനെതിരെ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. ന്യൂജേഴ്സിയിൽ നിന്നും മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ അമേരിക്ക ഇറാനെതിരെ ഇന്ന് ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഇറാന്റെ ഡ്രോണുകളുടെ നിർമ്മാണത്തെയാണ് അമേരിക്ക ഈ ഉപരോധങ്ങൾ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ഈ ഡ്രോണുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള 2 സ്ഥാപനങ്ങൾക്കും അതുപോലെ 16 വ്യക്തികൾക്കുമാണ് ഇപ്പോൾ ഈ ഉപരോധം വന്നിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച ഡ്രോണുകളിലൊന്നായ ഇറാന്റെ ഷഹദ് 131 നിർമ്മാതാക്കൾ ഈ ഉപരോധത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് ഇറാനെ ഏറെ സമ്മർദ്ദത്തിലാഴ്ത്തും. ഇവയുടെയൊക്കെ എഞ്ചിൻ സർവീസ് ചെയ്യുന്നവരും അതുപോലെ ഇറാൻ നിഴൽ യുദ്ധത്തിനായി പശ്ചിമേഷ്യയിൽ പിന്തുണയ്ക്കുന്ന കുറേ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകൾക്ക് ഡ്രോണുകൾ എത്തിക്കുന്നവർക്കെതിരെയും ഈ ഉപരോധമുണ്ട്. അതേസമയം ഇസ്രയേലിനെതിരെയുള്ള ഇറാന്റെ വ്യോമാക്രമണം പ്രതിരോധിച്ചത് അമേരിക്കയും സഖ്യകക്ഷികളും സംയുക്തമായിട്ടാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്ന് ഈ ഉപരോധങ്ങളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വ്യക്തമാക്കുകയുണ്ടായി. ആക്രമണത്തിന് പൂർണ്ണ ഉത്തരവാദി ഇറാനാണെന്നും G7 രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇറാനെതിരെ ഇത് കൂടാതെ സംയുക്തമായി സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തണമെന്നും ബൈഡൻ ആവശ്യപ്പെട്ടു. ഈ പുതിയ ഉപരോധങ്ങൾക്കായി അമേരിക്ക യൂറോപ്പിലെയും അതുപോലെ മറ്റ് സഖ്യകക്ഷികളെയൊക്കെ ഏകോപിപ്പിച്ചിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ നിന്ന് മിസൈൽ അതുപോലെ ഡ്രോണുകൾക്കുള്ള പാർട്സുകളുടെ വിതരണം ഇതോടെ നിലയ്ക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അമേരിക്ക. ഇറാന്റെ വ്യോമാക്രമണം അതേസമയം ന്യായീകരിക്കാൻ പറ്റാത്തതാണെന്ന് പറഞ്ഞ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറോൺ ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനുള്ള ഒരു ടീം വർക്കാണ് ഇപ്പോൾ ഈ ഉപരോധങ്ങൾ കൊണ്ട് കാണുന്നതെന്ന് വ്യക്തമാക്കുകയുണ്ടായി. ബ്രിട്ടന്റെ ഉപരോധങ്ങൾ പ്രധാനമായും 7 വ്യക്തികൾക്കും 6 സ്ഥാപനങ്ങൾക്കെതിരെയുമാണ് വന്നിരിക്കുന്നത്. SK